ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. ഒരുപാട് കാലമായിട്ട് ഞാൻ കുറച്ചു കാലമായി കാണുന്നില്ല താങ്കളെ. ഞാൻ ഒരുപാട് ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കിട്ടുന്നില്ല. ഞാൻ അവസാന സമയമാകുമ്പോഴേക്കും സമയം കഴിയും. ഞാൻ എന്തായാലും കിട്ടിയല്ലോ നേരത്തെ. അതെന്തായാലും കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ സന്തോഷം മുസ്ലിം ലീഗിന് തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കും. അത് കൈമാറ്റം ചെയ്യാണ്, കോൺഗ്രസ് എടുത്തിട്ട് മാറ്റം ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി തന്നെ KM ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, PM ശ്രീ ഞങ്ങൾക്ക് അധികാരം കിട്ടി കഴിഞ്ഞാൽ അറബിക്കടൽ, അതാണ് നേരത്തെ സംസാരിച്ച പുള്ളി, അറബിക്കടലില് എവിടെ പോയി, അറബിക്കടലിൽ പോയോ ചോദിച്ചിട്ട് മൂപ്പര് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മൂപ്പര സ്ഥലത്ത്. അപ്പൊ KM ഷാജിയെ പോലുള്ള ആൾക്കാര് ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിലും പറഞ്ഞ ഇപ്പൊ സംസ്കൃതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടുകാരനാണ്, മണ്ണാർക്കാട്ടുകാരനാണ് സംസ്കൃതി വിദ്യാഭ്യാസ മന്ത്രി. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഒപ്പിടിക്കും. മോദിയാണ് കേന്ദ്രത്തിൽ ഭരിക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ല കോൺഗ്രസ് അല്ല ആര് ഭരിച്ചാലും ഫണ്ട് കിട്ടണം. പിന്നെ ഇവര് പറഞ്ഞ എന്താ അറിയോ, PM നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഇപ്പൊ ഇന്ദിരാ പ്രിയദർശിനി പറഞ്ഞിട്ട് സൗജന്യ യാത്ര കോൺഗ്രസ്സുകാർ ചെയ്തില്ല. അവര് നയല്ലേ കോൺഗ്രസ് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളത്. അതിൽ ഇന്ദിരാ പ്രിയദർശിനി എന്നല്ലേ അതിന് കൊടുത്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അതില്, പഴയ ഇന്ദിരാഗാന്ധിയുടെ. അത് വെക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റുമോ? അതെവിടെയാണ് ഫോട്ടോ? ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടല്ലോ KSRTC സ്റ്റാൻഡിലൊക്കെ നോക്കൂ. KSRTC സ്റ്റാൻഡിൽ പ്രിയദർശിനി സൗജന്യ യാത്ര. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ എവിടെയും വെച്ച് കണ്ടില്ല. പ്രിയദർശിനി എന്ന് പറഞ്ഞ ആരാണ്? അല്ല, പ്രിയദർശിനി എന്ന് പറഞ്ഞ പേര് ഇട്ട് എന്ന് കരുതി അത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നത് രണ്ടല്ലേ? അല്ല, ഫോട്ടോ ഉണ്ട്. KSRTC സ്റ്റാൻഡിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്ര ഇന്ദിരാ പ്രിയദർശിനിയുടെ ഫോട്ടോ ഉണ്ട്. ആണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. ഞാൻ കണ്ട നേരിട്ട് കണ്ടതുമായ എവിടെയും ഇന്ദിരാഗാന്ധിയുടെ പടം എവിടെയും കണ്ടിട്ടില്ല. അവിടെ പ്രിയദർശിനി എന്നാണ് പേര്. പ്രിയദർശിനുള്ള പേര് മാത്രമാണ് ഇന്ദിരാഗാന്ധിയാണ്. ആർക്കും ഭക്ഷണം കഴിക്കാൻ ആർക്കും കണ്ടാൽ മനസ്സിലാവും. പിന്നെ മാത്രമല്ല KSRTC സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഇന്ദിരാ പ്രിയദർശിനി പറഞ്ഞിട്ട്. പ്രിയദർശിനി ഈ പ്രിയദർശിനി സൗജന്യ യാത്ര പറഞ്ഞാൽ തന്നെ ഇന്ദിരാ പ്രിയദർശിനി ആണല്ലോ, ഇന്ദിരാഗാന്ധിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ മോദിയുടെ ഫോട്ടോ വെക്കണേന് എന്താണ്? പൈസ കൊടുക്കുമ്പോൾ കേന്ദ്രം പൈസ കൊടുക്കുന്നതിന് മോദിയുടെ ഫോട്ടോ വെക്കേണ്ടിയിരുന്നേ. പറയാൻ പറ്റുമോ ശ്രീ ഗോകുമാർ? കേന്ദ്രം പൈസ കൊടുക്കുന്ന വെച്ചാൽ കേന്ദ്രം നമുക്ക് ഔദാര്യം തരുന്നതൊന്നും അല്ലല്ലോ. എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിന്റെ ഗോകുമാർ, എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് കേന്ദ്രം അർഹതപ്പെട്ട പണം തരുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ നിലപാടാണോ എന്ന് താങ്കൾ ആലോചിക്കുക. അല്ലാതെ തരുന്നത് കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ഔദാര്യമൊന്നുമല്ലല്ലോ. ഒരു മിനിറ്റ്. പ്രധാനമന്ത്രി അവിടുന്ന് കൊടുത്തിരുന്ന ഗരീം കല്യാണ യോജന പറഞ്ഞിട്ട്, അന്ന യോജന പറഞ്ഞിട്ട് ഒരുപാട് കിറ്റും കാര്യങ്ങളും കൊടുത്ത് ഇവിടെ പിണറായി വിജയൻ അയാളുടെ ഫോട്ടോ വെച്ചിട്ട് കൊടുത്തില്ലേ കിറ്റാക്കിയിട്ട്? അത് നല്ല കാര്യം. എവിടെയും പിണറായി വിജയന്റെ പടം വെച്ചിട്ട് ഒരു കിറ്റ് കൊടുത്തു. അത് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. ഗോപകുമാർ, അങ്ങനെ പിണറായി വിജയന്റെ പടം വെച്ച് സർക്കാരിന്റെ ഏതെങ്കിലും കിറ്റ് വിതരണം ചെയ്തതായി കേരളത്തിൽ ഇതുവരെ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. വെറുതെ ഒരു കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ താങ്കൾ വെറുതെ പറയാതെ. കേരള സർക്കാരിന്റെ ആണെന്ന് ഫണ്ട് കൊടുത്തിട്ടുണ്ടോ? കേരള സർക്കാരിന്റെ കൊടുക്കുന്ന കേരള സർക്കാരിന്റെ ആണെന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ എന്താ കൊടുക്കേണ്ടത്? കേന്ദ്രത്തിൽ നിന്ന് പണം ഒരു പദ്ധതി ഉണ്ടെങ്കിൽ 10% 20% കേന്ദ്രത്തിൽ നിന്ന് അന്ന് കരുതി അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയോ? കേന്ദ്രം തരുന്നത് അവിടുത്തെ പ്രത്യേകം തരുന്നതല്ലോ. കേരളത്തിൽ കൊടുക്കുന്ന നികുതിയുടെ വിധം തന്നെയല്ലേ തരുന്നത്. ആശുപത്രികളുടെ മുന്നിൽ കൂടെ ഇതേമാരുള്ളത് വെക്കാൻ പാടില്ല, ബോർഡ് വെക്കാൻ പാടില്ല പണ്ട് ഫണ്ട് വെട്ടി ചുരുക്കിയപ്പോഴല്ലേ വീണ മറ്റേ ആറന്മുളയിലെ ശരിയല്ല എന്നാണ് ഗോകുമാർ പറഞ്ഞത്. അത് ആര് കേന്ദ്രം ഭരിച്ചാലും ആ കേന്ദ്ര സർക്കാർ കേരളത്തിനോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിനോ ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്രം എന്തെങ്കിലും തിട്ടൂരം വെച്ചിട്ട് നിങ്ങൾ അനുസരിച്ചോണം, നിങ്ങൾ അനുസരിച്ചു. ഇത് ഫെഡറൽ സംവിധാനമാണ്, അങ്ങനെ അനുസരണയുടെ കാര്യമൊന്നുമില്ല. അവർക്ക് നമുക്ക് തുല്യ സ്റ്റാറ്റസ് തന്നെയാണ് ഉള്ളത്. കിരണ ഉപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചില്ല. ഔദാര്യമല്ല, ഔദാര്യമല്ല. അതിൽ മോദിയുടെ ഫോട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോട്ടോ എന്തിനാണ് വെക്കേണ്ടത്? ഒരു പദ്ധതിക്ക് കാശ് തന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നാളെ ഇനി ഏതെങ്കിലും ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ സൗജന്യ മരുന്ന് കിട്ടണമെങ്കിൽ ഈ ആരോഗ്യമന്ത്രിയുടെ പടം വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അതൊരു മര്യാദ. ആരോഗ്യമന്ത്രിയുടെ പടം വെക്കണമെന്ന് പറഞ്ഞല്ലോ. ആരുടെ അല്ലെ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് നാളെ എനിക്ക് റേഷൻ കടയിൽ ചെന്നാൽ ഒരു സഞ്ചിയിൽ സാധനം തന്നാൽ ആ സഞ്ചിയുടെ പുറത്ത് ഇവരുടെ പടം അടിച്ചു വെച്ച് തരിക എന്നുള്ളതാണോ മര്യാദ? അത് ശരിയല്ലല്ലോ. ഇതിലൊന്നും കുഴപ്പമില്ല. എങ്ങനെയാലും ഒപ്പിട്ടേ പറ്റുള്ളൂ. ശരി ഗോകുമാർ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.